സന്തോഷമുണ്ട്. ഞാനാണെങ്കില് ഓച്ചിറ പള്ളിക്കുന്നം ആണല്ലേ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ നോക്കുമ്പോ ഒരാൾ സെയിൽ ചെയ്യാൻ അകത്ത് കയറി നിൽക്കുന്നു. അപ്പൊ പിന്നെ അകത്ത് കയറി സെയിൽ ചെയ്യാണ് നോക്കുവാണോ? ഞാൻ KSF കാമ്പശ്ശേരി ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. നേരത്തെ മുതലേ സുറുമയില് അറിഞ്ഞപ്പോ മുതല് വരും. പിന്നെ ഗോഡൌണി വന്ന് നിഷയായിട്ട് ഭയങ്കര കൂട്ടായി. ഇവിടെ വാടി കയറി വാ, ഇവിടെ വാ, ഇവിടെ വാ. എന്നിട്ട് ഇടുന്ന എല്ലാം അവള് എന്റെ പ്രായം കേട്ടോ, എന്നാലും ഇത്താ വിളിക്കുന്നത്. എന്നെ അപമാനിക്കാനാണ് അങ്ങനെ വിളിക്കുന്നത്. ഞാൻ മൂത്തതായിട്ടോ, ഞാൻ വിളിക്കാല്ലോ. കുഴപ്പമൊന്നുമില്ല. മാം അങ്ങനെ തന്നെ വിളിച്ചു. എന്നിട്ട് ഞാൻ ഇടുന്നതെല്ലാം ഞാൻ കാണും ഫേസ്ബുക്കിലൊക്കെ. അവളാണ് എന്നെ അഡിക്റ്റ് ആക്കിയത്. അവള് മാറി അവളാണ് ആദ്യമായിട്ട് പറഞ്ഞിട്ട് സുറുമിയെന്നും പറഞ്ഞ ഒരെണ്ണം ഉണ്ടടി, നീ ഇത് നോക്കടി എന്ന് പറഞ്ഞ കൊറേ വീഡിയോസ് ഇങ്ങനെ ഇട്ട് തരും. ഞാൻ അന്നേരം ചോദിച്ചു കൊള്ളാമല്ലോ. എന്നിട്ട് പാകിസ്ഥാനി ദുപ്പട്ടയുടെ ഫുൾ കളറും ഞാൻ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഏതോ എങ്ങനെ വാട്സാപ്പിൽ ഓർഡർ എടുക്കും. എന്നിട്ട് വിളിക്കും. എന്നിട്ട് ഞാൻ ഗോഡൌണി വന്നിട്ട് എടുക്കും. എല്ലാ കളറും ഞാൻ പാകിസ്ഥാൻ ദുപ്പട്ട, മെറൂണ്, പിന്നെ മഞ്ഞ, എന്തോ മാമ്പഴ മഞ്ഞ, പിന്നെ ബ്ലാക്ക്, പച്ച എല്ലാം പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഞാൻ ഫോട്ടോ ഇട്ടു. ഒത്തിരി ആയല്ലോ, പക്ഷെ നല്ല രസമുണ്ടല്ലേ ഇടുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയുന്നത്. നമ്മളിങ്ങനെ കാണുന്നതിനെക്കാട്ടി ഇട്ട് നോക്കിയപ്പോ കിട്ടുള്ളൂ ചോദിക്കൂടെ ആരെങ്കിലും. ഓഫീസിലാണെങ്കിലേ ഒരു ദിവസം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോ ഒരു കസ്റ്റമർ വന്നിട്ട് ചോദിച്ച്, മാമി തുണിയൊക്കെ എവിടുന്ന ഇടുന്നേ? ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല മാമ്പഴ മഞ്ഞ ഇട്ടോണ്ട് വരുന്നുണ്ട്, പച്ച ഇട്ടോണ്ട് വരുന്നുണ്ട്, മെറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, എല്ലാ ഡ്രസ്സും അവർക്ക് അറിയണ്ടേ. ഞാൻ വെച്ച് ഇതൊക്കെ എങ്ങനെ അറിയാം കളർ വരെ? അത് ഞാൻ ഓരോ ദിവസം വരുമ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് മാമിന്റെ ഇത്. ഞാൻ പറഞ്ഞു ഇതെല്ലാം സുറുമേന്നാണ്, നീ എല്ലാം അങ്ങോട്ട് പോയാ മതി എന്ന് പറയും. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ നിഷ വിളിച്ച് പറഞ്ഞ് താഴെ ഇങ്ങനെ ഒരാൾ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓടി വന്നപ്പോ ഈ ഫാൻസിക്കകത്ത് നിന്ന് അകത്ത് നിൽക്കുക. എന്റെ സെയിൽ ചെയ്യുന്ന ആൾക്കാർ പുറത്ത് വാങ്ങിക്കാൻ വന്ന ആളകത്ത് കണ്ട. എന്തായിട്ട് ഇപ്പൊ ഇതൊക്കെ നോക്കിയോ? ഇതെന്താന്നറിയോ ഇതിന്റെ ചുരിദാർ എടുത്തു ഗോഡൌണിൽ പോയി. അതിന് ചേരുന്ന മെറ്റീരിയൽസ് ഒക്കെ മാലയൊക്കെ എടുക്കും. എന്തെന്ന് കാണിച്ചാ അതൊക്കെ ഇതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ഇതിന് ചേരുന്ന ഇതിഷ്ടം ഇങ്ങനെയൊക്കെ ഇടാം അല്ലേ? ഇത് മെറൂൺ എടുത്ത് നമ്മുടെ ഒരു കോഡ് സെറ്റ് എടുത്തു. അതിനിടാൻ പറ്റുന്നതാ. പിന്നെ ഒരു ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ഇതും കൊള്ളാം. ഇത് നല്ല സിമ്പിൾ മാല അല്ലേ? പിന്നെ ഒരു നമ്മുടെ പാകിസ്ഥാൻ ദുപ്പട്ടയുടെ മിക്സ്ഡ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ പച്ച കഴിഞ്ഞ ദിവസം ഒരെണ്ണം കാണിച്ചില്ലേ, ഒരു മെറ്റീരിയൽ കാണിച്ചായിരുന്നു ഇവിടെ ഫ്രണ്ട് വർക്കൊക്കെ ഉള്ള, അതെടുത്തു. അങ്ങനെ കുറെ. പിന്നാണെങ്കിൽ എനിക്ക് നേവി ബ്ലൂവിന്റെ ഒരു കോഡ് സെറ്റ് എടുത്ത്, പിന്നെ എന്താ അതിനകത്ത് ബില്ലായില്ലെന്ന് പറഞ്ഞാൽ അവിടെ എടുത്ത് വെച്ചു. അത് വേണമെങ്കിൽ മോള് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങോട്ട് നീങ്ങി നിക്കണം, അല്ലെ ഈ വീഡിയോ ഇവിടെ ഒരാൾ വീഡിയോ എടുത്തോണ്ട് ഇല്ല. അതാണ്ട് മൈക്ക് വേണമെങ്കിൽ ഒന്ന് വെച്ചോ, വേണേ മൈക്ക് കൈ വെച്ചോ, അല്ലെങ്കിൽ ഭയ ഇറങ്ങ. എടാ അപ്പൊ അകത്തുനിന്ന് ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട് ആളെ കേട്ടാ. ഇത് നമ്മുടെ റിവ്യൂ വരും, കുഴപ്പമുണ്ടായില്ലല്ലോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വരും, ഫേസ്ബുക്കിലിട്ടു. അപ്പം കണ്ടോ ഇതുപോലെ കണ്ട ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിവ്യൂ, അല്ലാതെ സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂ ഇത് കണ്ട ഈ പറഞ്ഞതല്ലാതെ വെച്ചുകെട്ടോ ഒന്നുമില്ലാത്തൊരു റിവ്യൂ. അപ്പം ഒത്തിരി സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇപ്പൊ ഇതുപോലെ നല്ലൊരു റിവ്യൂ പറഞ്ഞതിനും ഒക്കെ കേട്ടോ. അപ്പൊ ഇനിയും വരണം.